കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇഷാനി പറഞ്ഞു. ഇപ്പം പറഞ്ഞോ. വേണ്ട കണ്ണേട്ടാ, ഇപ്പോൾ ബിസിയല്ലേ. ഫ്രീ ആകുമ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി ഇരുന്ന് സ്വസ്ഥമായി സംസാരിക്കാം. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ജ്യൂസുമായി പിയൂൺ വന്നു. സാർ, ജ്യൂസ് അവിടെ വെച്ചേക്ക്. ടേബിളിൽ വെച്ചിട്ട് അയാൾ ക്യാബിനിൽ വിട്ടിറങ്ങി. താൻ കുടിക്ക് ജ്യൂസ്. ദാ കണ്ണേട്ടാ, കണ്ണേട്ടനും കുടിക്ക്. അപ്പോൾ ഗൗതത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിലെ പേര് കണ്ട ഗൗതം സംശയത്തോടെ ഫോൺ എടുത്തു. മറുപുറത്തു നിന്ന് കേട്ട വാർത്തയിൽ ഗൗതത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ദേഷ്യത്തോടെ ടേബിളിലിരുന്ന സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. ഇത് കണ്ട ഇഷാനിക്ക് ഭയം തോന്നി. ഇഷാനി ഭയത്തോടെ, കണ്ണേട്ടാ, കണ്ണേട്ടാ, എന്താ പറ്റിയത്? ഇഷാനിയുടെ വിലയിൽ സ്ഥലകാലബോധം വീണ്ടെടുത്ത ഗൗതം ദേഷ്യം പരമാവധി കുറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, നത്തിങ് ഇഷാനി. പിന്നെന്താ ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് പിന്നെ RM ഗ്രൂപ്പ്സുമായിട്ടുള്ള പ്രോജക്റ്റിൽ അവർക്ക് റീതിങ്കിങ് വേണമെന്ന്. ഹലോ സന്ദീപ്, കം ടു മൈ ക്യാബിൻ. ഓക്കെ സാർ. ജ്യൂസുമായി പിയൂൺ പോകുന്നതും തിരികെ വരുന്നതുമെല്ലാം ആര്യ കണ്ടിരുന്നു. സാറിന് എന്നെ ഒരു ഓർമ്മ പോലുമില്ല എന്ന് ചിന്തിച്ചു ആര്യ. ഉടൻ തന്നെ സന്ദീപ് ധൃതിയിൽ ഗൗതത്തിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത് കണ്ട ആര്യയ്ക്ക് എന്തോ പ്രോബ്ലം ഉള്ളതുപോലെ തോന്നി. എന്തുണ്ടായാൽ എനിക്കെന്താ, ഞാൻ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആര്യ ഫയൽ ചെക്ക് ചെയ്യുവാൻ തുടങ്ങി. ക്യാബിനിലെത്തിയ സന്ദീപിനോട് ഗൗതം, താൻ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത്ര നാളായിട്ടും ഒരു ഫയൽ പോലും നേരെ നോക്കാൻ പഠിച്ചില്ലേ? സാർ, എനിക്ക് മനസ്സിലായില്ല. RM ഗ്രൂപ്പ്സ് വിളിച്ചിരുന്നു. നമ്മുടെ പ്രോജക്റ്റിൽ അവർക്ക് റീതിങ്കിങ് ആവശ്യമാണെന്ന്. തന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എല്ലാം ക്ലിയറായി ചെയ്യണമെന്ന്. എന്നിട്ട് താൻ എന്താ ഈ കാണിച്ചു വച്ചിരിക്കുന്നത്? സാർ, അത് ആ ഫയൽ ആര്യനന്ദയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. വർക്കിൽ എഫിഷ്യൻ്റാണ് ആര്യനന്ദ. ഇത് എന്ത് പറ്റിയതാണോ എന്തോ, സന്ദീപ് പറഞ്ഞു. ആര്യനന്ദയോ? അവളാണോ ഇത് പ്രിപ്പയർ ചെയ്തത്? അതെ സാർ. കോൾ ഹർ, ഗൗതം പറഞ്ഞു. ശരി സാർ. സന്ദീപ് ക്യാബിൻ വിട്ടിറങ്ങി. ആര്യേ. എന്താ സന്ദീപേട്ടാ? RM ഗ്രൂപ്പ്സിൻ്റെ ഫയൽ പ്രിപ്പയർ ചെയ്തത് നീയല്ലേ? അതിലെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സാർ നിന്നെ വിളിക്കുന്നു. സാറാകെ ദേഷ്യത്തിലാണ്. ആര്യ ഗൗതത്തിൻ്റെ അടുത്തേക്ക് പോയി. ഇതേ സമയം, അയ്യോ കണ്ണേട്ടൻ്റെ കോട്ടിലൊക്കെ ജ്യൂസായല്ലോ, ഞാൻ തുടച്ചു തരാം എന്ന് പറഞ്ഞ് ഇഷാനി ഗൗതത്തിൻ്റെ കോട്ട് തുടയ്ക്കുവാൻ തുടങ്ങി. ക്യാബിൻ തുറന്ന് അകത്ത് കയറിയ ആര്യ കാണുന്നത് ഇഷാനി തോളിൽ കൈവച്ച് ഗൗതത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ്. ഇത് കണ്ട ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമിനീർ പോലും വറ്റി. ആര്യയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. വീഴാതെ ചെയറിൽ പിടിച്ചു. ചെയർ നീങ്ങിയ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയ ഇഷാനി കാണുന്നത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യയാണ്. വാട്ട്, തനിക്ക് മാനേഴ്സ് അറിയില്ലേ? MDയുടെ ക്യാബിലേക്ക് വരുമ്പോൾ ഡോർ നോക്ക് ചെയ്ത് പെർമിഷൻ വാങ്ങിയിട്ട് വേണം വരാൻ, ഇഷാനി ആര്യയോട് പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോൾ ആര്യയുടെ കവിളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി. സോറി മാം, ഞാൻ അറിയാതെ. അപ്പോഴും ഗൗതം ദേഷ്യത്തോടെ ആര്യയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആര്യനന്ദ, ഇത്രയും നാളായിട്ടും തനിക്ക് അറിയില്ലേ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റായി ചെയ്യണമെന്ന്? താൻ എന്താ വിചാരിച്ചു വച്ചിരിക്കുന്നത്? ഇത് കുട്ടിക്കളിയാണെന്നോ? പെർഫെക്റ്റായി വർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ താൻ ഇവിടേക്ക് വരണമെന്നില്ല. മനസ്സിലായോ തനിക്ക്? സോറി സാർ. ദെൻ യു മേ ഗോ നൗ. ആര്യ നിറകണ്ണുകളോടെ ക്യാബിൻ വിട്ടിറങ്ങി. ആര്യയ്ക്ക് തൻ്റെ മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാത്തതുപോലെ നെഞ്ചൊക്കെ നീറി വിങ്ങിപ്പൊട്ടുന്നത് പോലെ തോന്നി. അമ്മേ, മുത്തശ്ശി, നിങ്ങൾ പോയപ്പോൾ എന്നെ കൂടി പൊയ്ക്കൂടായിരുന്നോ? എന്നെ തനിച്ചാക്കി പോയതെന്തേ എന്ന് വിചാരിച്ച് ആര്യ തൻ്റെ ബാഗിനുള്ളിലെ ഡയറി തിരഞ്ഞു. പക്ഷേ ഡയറി ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ വിഘ്നേശ്വര, ഡയറി എവിടെ പോയി? അത് ബാഗിലാണല്ലോ ഞാൻ വെച്ചിരുന്നത്. ഇപ്പോൾ എവിടെ പോയി? അതുള്ളപ്പോൾ എൻ്റെ അമ്മയും മുത്തശ്ശിയും എൻ്റെ കൂടെയുള്ളത് പോലെയാ എനിക്ക് തോന്നിയിരുന്നത്. അവർക്കും എന്നെ വേണ്ടയോ?
ആർക്കും എന്നെ വേണ്ട. എൻ്റെ വിഘ്നേശ്വര, എൻ്റെ ഡയറി എവിടെ പോയി? അതെനിക്ക് തിരിച്ചു കിട്ടണേ. നീയും കൂടി എന്നെ പരീക്ഷിക്കരുതേ. അപ്പോഴും ആര്യയുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഇഷാനിയുമൊത്ത് ഗൗതം പോകുന്നത് കണ്ടു. ധൃതിയിൽ പോകുന്നതിനിടയിൽ ഗൗതം ആര്യയെ നോക്കിയതുപോലുമില്ല. ഇതെല്ലാം ഒരു നിർവികാരതയോടെ ആര്യ നോക്കിയിരുന്നു. കൂട്ടുകാരി ഇല്ലാത്തത് കൊണ്ടാണോ ആര്യയ്ക്കിത്ര സങ്കടം? അതിന് നിറമില്ലാത്ത പുഞ്ചിരി നൽകിക്കൊണ്ട് ആര്യ പറഞ്ഞു, അതുമുണ്ട്. വല്ലാത്ത തലവേദനയാ. ഇപ്പോൾ തനിക്ക് കൂടെ കൂടെ ഈ തലവേദനയുണ്ടല്ലോ. നല്ലൊരു ഡോക്ടറെ പോയി കാണണം. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അത് കുഴപ്പമില്ല വിഷ്ണു, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ശരി, കുറവില്ലെങ്കിൽ താൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം കേട്ടല്ലോ. പോകാം, ആര്യ പറഞ്ഞു. കാമുകിയെ കാണാൻ പിന്നെ പോയില്ലേ? വിഷയം മാറ്റാനെന്ന വണ്ണം ആര്യ ചോദിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ പോയതേയുള്ളൂ, പിന്നീട് പോയില്ല. എന്തു പറഞ്ഞ് വീട്ടിൽ ചെല്ലും? അങ്ങനെ ചെന്നാൽ വീട്ടുകാർക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ദിവസവും ഫോൺ ചെയ്യും. ആഹാ, അപ്പോൾ ഫോൺ വിളിയിലൊക്കെ കാര്യങ്ങൾ എത്തിയോ? അതിന് ഒരു കള്ളച്ചിരിയായിരുന്നു വിഷ്ണുവിൻ്റെ മറുപടി. അതൊക്കെ എപ്പോൾ? ആര്യ ചോദിച്ചു. അത് ഹോസ്പിറ്റലിൽ വെച്ച്. അവൾക്കും എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് പുറത്തു വരുമോ എന്ന് ഭയന്നാണ് എന്നോട് അവൾ വഴക്ക് കൂടിയിരുന്നത്, വിഷ്ണു പറഞ്ഞു. അമ്പടി കള്ളി, അവളെ ആള് കൊള്ളാമല്ലോ. എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ, ആര്യ പരിഭവിച്ചു. എങ്ങനെ പറയും? താൻ ഹോസ്പിറ്റലിൽ പോയതല്ലാതെ ഇതുവരെയും അവളുടെ വീട്ടിൽ പോയിരുന്നോ? ഇല്ലല്ലോ. അവളെ കാണാൻ ചെല്ലാത്തത് കൊണ്ട് ആളെ പിണക്കത്തില്ല തന്നോട്, വിഷ്ണു പറഞ്ഞു. അപ്പോഴാണ് ആര്യ അതോർത്തത്. താൻ രവിയെ കാണാൻ പിന്നീട് ഇതുവരെയും പോയില്ല. എന്താ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇന്ന് വൈകുന്നേരം ദേവികയുടെ വീട്ടിൽ പോയാലോ? തനിക്ക് തൻ്റെ കൂട്ടുകാരിയെയും കാണാം, എനിക്ക് എൻ്റെ പെണ്ണിനെയും കാണാം, വിഷ്ണു പറഞ്ഞു. പോകാം വിഷ്ണു, ആര്യ പറഞ്ഞു. കണ്ണേട്ടൻ എന്താ ഇന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്? ഇഷാനി കാറിൽ കയറി ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇഷു, തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യമായി 6ാം ഗ്രൂപ്പ്സിനെ മീറ്റ് ചെയ്യണം. അവർ ഹോട്ടൽ ഡ്രീം പാലസിലുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായേ വരൂ. നീ അമ്മയോട് പറഞ്ഞേക്കും. ശരി കണ്ണേട്ടാ. ഇഷാനിയെ വീട്ടിലാക്കിയിട്ട് ഗൗതം ഹോട്ടൽ ഡ്രീം പാലസിലേക്ക് പോയി.